എൻ്റെ പ്രായമുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ഖബറിലുണ്ട്, എത്ര ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാതെ ബെഡിൽ കിടക്കുന്നുണ്ട്. നമ്മൾ പള്ളികളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പ്രായമായ ആൾക്കാരെ കാണാൻ കഴിയും അല്ലേ. നല്ല വയസ്സായ ആൾക്കാർ, വടികുത്തിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ നടക്കാൻ വയ്യാത്ത വളരെ വിഷമിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ടാവും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നടന്ന് പള്ളിയിലേക്ക് വരും. അങ്ങനെയുള്ള പ്രായമായ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അവർക്കെയും വർഷങ്ങളായിട്ട് അവരുണ്ടാക്കിയ ആ ഒരു ലഹരിയാണ് അവരെ എത്ര പ്രായമായാലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പള്ളിയിലേക്ക് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് പോയിട്ട് ഉണ്ടാക്കിയതല്ല അവർ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയട്ടെ, പ്രായമായിട്ട് പള്ളിയിൽ പോവാം, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും കരുതാനേ പാടില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് തുടങ്ങാൻ പറ്റുമോ? നമ്മൾ ഇന്ന് തുടങ്ങണം. നമ്മൾ നാളെ മരണപ്പെട്ടാലോ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഇന്ന് നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെട്ടാലോ. നമ്മൾ കരുതുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമല്ലേ. അങ്ങനെ കരുതിയവരൊക്കെ ഇപ്പോൾ പള്ളിക്കാട്ടിലുണ്ടെന്ന് സുഹൃത്തുക്കളെ. കാരണം ഇതിന് ടൈമില്ലല്ലോ. നമ്മൾ മരണത്തിന് സമയമില്ല. ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം. എൻ്റെ പ്രായമുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ഖബറിലുണ്ട്, എത്ര ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാതെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നിസ്കാരം എന്തു വന്നാലും നമ്മൾ ഒഴിവാക്കരുത് സുഹൃത്തുക്കളെ, ഖളാ ആക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.